Hello everyone, welcome back to my channel. Pacha Thakkali വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ളത് പച്ച തക്കാളിയാണ്. 5 ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ, 3 ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു 12-13 ചെറിയുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്. നമുക്ക് ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, തേങ്ങ ചിരകിയത്, അരിഞ്ഞു വെച്ചേക്കണ ചെറിയുള്ളി, കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം നമ്മൾ കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. ഇനി എല്ലാം കൈവച്ച് നല്ലോണം ഒന്ന് തിരുമണം. കൈ തന്നെ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് തിരുമിയെടുക്കാം. നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിക്കാം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അല്പസമയം കൂടി മൂടി വെച്ച് വേവിക്കാം. ഇപ്പം ഇത് നല്ലോണം ആയിട്ടുണ്ട്. വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണം കേട്ടോ.